ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു നാടൻ ചിക്കൻ കടായിൻ്റെ റെസിപ്പീനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇതിന് നമ്മൾ ഒരു 1/2 kg വരുന്ന ചിക്കൻ എടുക്കുന്നത്. അതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സുർക്ക എസൻസ്, അതായത് 2 സ്പൂൺ വരുന്ന സുർക്ക എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഓപ്ഷണലായിട്ട് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ നല്ല അത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ ശേഷം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു കടായി, അടുപ്പിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കടായി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതായത് നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പും ചെയ്യേണ്ടത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് കുറച്ചൊരു ബ്രൗൺ കളറൊക്കെ ആയതിന് ശേഷം നല്ല വേവണം കേട്ടോ. വെന്തൊരു നല്ലൊരു മൊരിഞ്ഞ പോലെ ആകുമ്പോൾ ഞാൻ അത് കോരുക ചെയ്യുന്നത്. ഞാൻ 2 ടൈംസ് ആയിട്ടാണ്, 2 ടൈംസ് ആയിട്ടാണ് അതിൽ വെച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല വലിയ ഉള്ളിയാണ് എടുത്തത്. ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് ചെറിയൊരു 10 ചെറിയ ഉള്ളിയും കൂടിയാണ് യൂസ് ചെയ്തത്. ഓക്കെ, എന്തൊക്കെയോ പറയാം. ഇനി അത് കഴിഞ്ഞ ശേഷം നല്ല മുരിഞ്ഞ് വരണവരെ നിൽക്കുക. അതിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ 2 തക്കാളി മിക്സിയിൽ അടിച്ചിട്ടുള്ള അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു ബ്രൗൺ കളറ്, പിന്നെ നല്ല ആ തക്കാളീൻ്റെ നീരൊക്കെ നല്ല വറ്റി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ പെരുംജീരകം കുറച്ച് ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം മുളക് പൊടി കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചാൽ ചിക്കനൊക്കെ കൂടി ഇതിലേക്ക് തട്ടുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാണ്. ഇതൊന്ന് കുറുകി വരുമ്പോൾ നിങ്ങൾ പാനൊക്കെ ഓഫാക്കി വെക്കുക. ഞാൻ അടുപ്പ് ഓഫാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കോരി വാരി എടുത്ത്